ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് വിത്ത് അൽക്ക. മെയ് 3 മുതൽ 9 വരെയുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. തുടർന്നും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായും വീഡിയോ കാണുന്നതിനായും എല്ലാവരും കറണ്ട് അഫയേഴ്സ് അൽക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. മിഷൻ ദൃഷ്ടി ലോകത്തെ ആദ്യത്തെ മൾട്ടി സെൻസർ എർത്ത് ഒബ്സർവേഷൻ ഉപഗ്രഹമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടി. നിർമ്മിച്ചത് ബംഗളൂരുവിലുള്ള ഗാലക്സ് ഐ എന്ന ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. പ്രധാന സവിശേഷതകൾ: ഒപ്റ്റോസാർ സാങ്കേതികവിദ്യ. ഒപ്റ്റിക്കൽ ക്യാമറകളും സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകളും ഒരൊറ്റ ഉപഗ്രഹത്തിൽ സംയോജിപ്പിച്ചിരിക്കുന്ന ലോകത്തിലെ ആദ്യ ദൗത്യമാണിത്. ഏത് കാലാവസ്ഥയിലും വ്യക്തമായ ചിത്രങ്ങളും വിവരങ്ങളും നൽകാൻ ഇതിന് സാധിക്കും. പ്രയോജനം: പ്രതിരോധം, അതിർത്തി നിരീക്ഷണം, ദുരന്ത നിവാരണം, കൃഷി, കാലാവസ്ഥാ നിരീക്ഷണം എന്നിവയ്ക്കായി ഈ ഡേറ്റ ഉപയോഗിക്കാം. വിക്ഷേപണം: ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് മിഷൻ ദൃഷ്ടി വിക്ഷേപിച്ചത്. നേട്ടം: ഗവൺമെൻറ് നിയന്ത്രണത്തിൽ നിന്ന് മാറി സ്വകാര്യ മേഖലയുടെ കാര്യത്തിൽ ഇന്ത്യ ബഹിരാകാശ സാങ്കേതിക രംഗത്ത് കൈവരിച്ച വലിയ കുതിച്ചുചാട്ടമാണിത്. സാച്ചെറ്റ് ഓർ സാഷെ എമർജൻസി അലേർട്ട് സിസ്റ്റം. പ്രകൃതി ദുരന്തങ്ങൾ, അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയിൽ പൊതുജനങ്ങൾക്ക് ഉടനടി മൊബൈൽ ഫോണുകളിൽ അലേർട്ട് നൽകാനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച സംവിധാനമാണ് സാഷെ അഥവാ സാച്ചെറ്റ്. ഇതിൻ്റെ പൂർണ്ണരൂപം സിസ്റ്റം ഓഫ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹോളിസ്റ്റിക് എമർജൻസി ട്രാൻസ്മിഷൻ. സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മൊബൈൽ ഫോണുകളിൽ സൈറനോടെയുള്ള സന്ദേശങ്ങൾ നേരിട്ടെത്തിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ദുരന്ത മുന്നറിയിപ്പുകൾക്കായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഏക ഔദ്യോഗിക പ്ലാറ്റ്ഫോമാണിത്. ഉടനടി അറിയിപ്പ്: ചുഴലിക്കാറ്റ്, കനത്ത മഴ, ഭൂകമ്പം എന്നിവ ഉണ്ടാകുമ്പോൾ ലൊക്കേഷൻ അടിസ്ഥാനമാക്കി ഫോണിൽ സന്ദേശങ്ങൾ എത്തുന്നു. മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട്. പ്രാദേശിക ഭാഷകളിലും ഇംഗ്ലീഷിലും മുന്നറിയിപ്പുകൾ ലഭ്യമാണ്. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം 2.0. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം അഥവാ RBSK പദ്ധതിയുടെ നവീകരിച്ച രൂപമാണ് RBSK 2.0. ജനനം മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യത്തെ കേന്ദ്രീകരിച്ച് ജീവിതചക്രം അടിസ്ഥാനമാക്കിയുള്ള സമഗ്രമായ സമീപനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രധാന സവിശേഷതകൾ: സൂക്ഷ്മ പരിശോധന. കുട്ടികളിലെ പോഷകാഹാരക്കുറവ്, വൈകല്യങ്ങൾ, ഡെവലപ്മെൻറ്റ് ഡിലേ, രോഗങ്ങൾ എന്നിവ നേരത്തെ തന്നെ കണ്ടെത്തുന്നു. 4D സ്ക്രീനിംഗ്. ഡിഫക്ട്സ് അറ്റ് ബർത്ത്, ഡെഫിഷ്യൻസീസ്, ഡിസീസസ്, ഡെവലപ്മെൻറ്റ് ഡിലേയ്സ് എന്നീ 4D മുൻനിർത്തിയുള്ള പരിശോധന. അങ്കണവാടികളിലെയും സർക്കാർ ഓർ എയ്ഡഡ് സ്കൂളുകളിലെയും കുട്ടികൾക്ക് പ്രത്യേക ആരോഗ്യ പരിശോധനയും സൗജന്യ ചികിത്സയും നൽകുന്നു. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടി. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ പരമാവധി ജഡ്ജിമാരുടെ എണ്ണം 34 നിന്ന് 38 ഉയർത്തിക്കൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു 2026 മെയ് മാസത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. ചീഫ് ജസ്റ്റിസിനെ കൂടാതെയുള്ള ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർന്നു. ഇതിനു മുൻപ് 2019 ജഡ്ജിമാരുടെ എണ്ണം 30 നിന്ന് 33 ആക്കിയിരുന്നു. കെട്ടിക്കിടക്കുന്ന കേസുകളുടെ വിചാരണ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ ഭരണഘടനയിലെ 123 അനുച്ഛേദം ഉപയോഗിച്ചാണ് ഓർഡിനൻസ് നടപ്പിലാക്കിയിരിക്കുന്നത്. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയ, അതായത് 18ാമത് സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. ആസ്ഥാനം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം. 2026 ജൂൺ 1 മുതൽ ഈ സോൺ ഔദ്യോഗികമായി നിലവിൽ വരുന്നു. വിജയവാഡ, ഗുണ്ടൂർ, ഗുണ്ടക്കൽ, വിശാഖപട്ടണം എന്നിവയാണ് ഇതിന് കീഴിലുള്ള പ്രധാന ഡിവിഷനുകൾ. സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്നാണ് ഈ പുതിയ സോൺ രൂപീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് 2026. ആദ്യത്തെ ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് IBCA ഉച്ചകോടി 2026 ജൂൺ 1-2 തീയതികളിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടക്കും. തീം: സേവ് ബിഗ് ക്യാറ്റ്സ്, സേവ് ഹ്യൂമാനിറ്റി, സേവ് എക്കോസിസ്റ്റം. 95 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും വിദഗ്ധരും പങ്കെടുക്കും. ലക്ഷ്യങ്ങൾ: ലോകത്തിലെ 7 വലിയ പൂച്ചവർഗ്ഗങ്ങളായ കടുവ, സിംഹം, പുള്ളിപ്പുലി, മഞ്ഞ പുള്ളിപ്പുലി, ചീറ്റ, ജാഗ്വാർ, പ്യൂമ എന്നിവയെ സംരക്ഷിക്കുക, വേട്ടയാടൽ തടയുക, വന്യജീവികളുടെ അനധികൃത കച്ചവടം തടയുക, ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തുക എന്നിവയിൽ ചർച്ചകൾ നടത്തുക. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര പരിസ്ഥിതി സഹകരണം മെച്ചപ്പെടുത്തുക. ജനനി പ്ലാറ്റ്ഫോം. മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സേവന അധിഷ്ഠിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ജനനി. ഇതിൻ്റെ പൂർണ്ണരൂപം ജേർണി ഓഫ് ആൻറ്റിനേറ്റൽ, നേറ്റൽ ആൻഡ് നിയോനേറ്റൽ ഇൻ്റഗ്രേറ്റഡ് കെയർ. ലക്ഷ്യം: ഗർഭകാല പരിചരണം, പ്രസവം, പ്രസവാനന്തര പരിചരണം, നവജാത ശിശു സംരക്ഷണം, കുടുംബാസൂത്രണം എന്നിവ തടസ്സമില്ലാതെ ഉറപ്പാക്കുക. പ്രവർത്തനം: നിലവിലുള്ള RCH പോർട്ടലിൻ്റെ നവീകരിച്ച പതിപ്പാണിത്. ABHA അഥവാ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് അല്ലെങ്കിൽ ആധാർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഗുണഭോക്താക്കൾക്കിതിൽ രജിസ്റ്റർ ചെയ്യാം. പ്രത്യേകതകൾ:
QR കോഡ് കാർഡുകൾ. എളുപ്പത്തിൽ ആരോഗ്യരേഖകൾ ലഭ്യമാക്കുന്ന QR കോഡുള്ള ഡിജിറ്റൽ മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് അഥവാ MCH കാർഡുകൾ ഇതിൽ ലഭ്യമാണ്. ഓട്ടോമേറ്റഡ് അലേർട്ടുകൾ. പ്രതിരോധ കുത്തിവയ്പ്പുകളോ പരിശോധനകളോ നഷ്ടപ്പെടാതിരിക്കാൻ കൃത്യമായ SMS ലഭിക്കും. ഹൈറിസ്ക് പ്രഗ്നൻസി മുൻകൂട്ടി കണ്ടെത്തി സൂപ്പർവൈസറി റിവ്യൂവിനുള്ള തത്സമയ ഡാഷ്ബോർഡുകളും ഇതിലുണ്ട്. സംയോജനം. യുവിൻ, പോഷൻ തുടങ്ങിയ മറ്റ് ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ ഇതിന് സാധിക്കും. വഡിനാർ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി. ഗുജറാത്തിലെ വഡിനാറിൽ 1570 കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന അത്യാധുനിക കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നടപ്പിലാക്കുന്നത് ദീൻദയാൽ പോർട്ട് അതോറിറ്റിയും കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ചേർന്നാണ്. ലക്ഷ്യം 230 മീറ്ററിലധികം നീളമുള്ള വലിയ കപ്പലുകൾ നന്നാക്കാൻ വിദേശ കപ്പൽശാലകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വിദേശ നാണ്യം സംരക്ഷിക്കാനും. സൗകര്യങ്ങൾ. 300 മീറ്റർ വരെ നീളമുള്ള വലിയ കപ്പലുകൾ ഇവിടെ അറ്റകുറ്റപ്പണി നടത്താനാകും. ഇതിനായി 680 മീറ്റർ ജെട്ടിയും ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കുകളും മറ്റ് സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. തൊഴിലവസരങ്ങൾ. ഈ പദ്ധതിയിലൂടെ ഏകദേശം 290 പേർക്ക് നേരിട്ടും 1100 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നാണ് കണക്ക്. താര ഗ്ലൈഡ് വെപ്പൺ. DRDO വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഗ്ലൈഡ് വെപ്പൺ സിസ്റ്റമാണ് താര. ഇതിൻ്റെ പൂർണ്ണരൂപം ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെൻറ്റേഷൻ എന്നതാണ്. അൺഗൈഡഡ് ബോംബുകളെ അത്യാധുനിക കൃത്യതയുള്ള സ്മാർട്ട് ആയുധങ്ങളാക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നു. പ്രവർത്തനം. വിമാനത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന സാധാരണ ബോംബുകളിൽ ഘടിപ്പിക്കാവുന്ന ഒരു മോഡുലാർ ഗ്ലൈഡ് കിറ്റാണിത്. വിമാനത്തിൽ നിന്ന് വിടുമ്പോൾ തന്നെ ചിറകുകൾ വിടരുകയും തറയിൽ പതിക്കുന്നതുവരെ നിശ്ചിത ദൂരത്തേക്ക് കാറ്റിലൂടെ ഗ്ലൈഡ് ചെയ്ത് സഞ്ചരിക്കുകയും ചെയ്യും. ദൂരപരിധി. 80 മുതൽ 150 കിലോമീറ്റർ വരെ ദൂരമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഈ ആയുധത്തിന് സാധിക്കും. കൃത്യത. GPS-ഉം INS-ഉം ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം ലേസർ അഥവാ ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യയിലൂടെ ലക്ഷ്യത്തിൽ വളരെ കൃത്യതയോടെ പതിക്കാൻ സഹായിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.